നമസ്കാരം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഹൈപ്പോതൈറോയിഡിസം പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ബോത്ത് ആർ ബൈഡയറക്ഷണലി ഇന്റർലിങ്ക്ഡ്. അതായത് ഇവ രണ്ടും രണ്ട് ദിശാപരമായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. തന്മൂലം ഡയബറ്റീസ് ഉണ്ടാകാനുള്ള റിസ്ക് കൂടുന്നു. ഡയബറ്റീസ് കൺട്രോൾ ആകാതിരിക്കുന്നു. തിരിച്ച് ഡയബറ്റീസ് പ്രീഡിസ്പോസ് ടു ഹൈപ്പോതൈറോയിഡിസം. ഡയബറ്റീസ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്നു. ഒന്ന് മറ്റൊന്നിനെ മോശമാക്കുന്നു എന്ന് സാരം. അതായത് ഡയബറ്റീസ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്നു, ഹൈപ്പോതൈറോയിഡിസം ഡയബറ്റീസ് ഉണ്ടാക്കുന്നു എന്ന് സാരം. ഡയബറ്റീസ് ഉള്ളവർ എല്ലാവരും തൈറോയ്ഡ് സ്ക്രീനിങ് നിർബന്ധമായും ചെയ്തിരിക്കണം. എസ്പെഷ്യലി അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ഉള്ള രോഗികൾ, പിന്നെ കൊളസ്ട്രോൾ അമിതമായിട്ടുള്ളവർ, പിന്നെ ഡയബറ്റീസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഉള്ളവർ. അതായത് ഡയബറ്റീസ് എന്ന രോഗം മൂലം വൃക്കകളെ ബാധിച്ച അസുഖങ്ങളുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റീസ് ആണ് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നത്, പിന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ. ഇവരെല്ലാവരും നിർബന്ധമായും തൈറോയ്ഡ് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു ലളിതമായ തൈറോയ്ഡ് ടെസ്റ്റ് എസ്പെഷ്യലി നിങ്ങളുടെ ഡയബറ്റീസ് രോഗികളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഡയബറ്റീസ് കൺട്രോൾ കിട്ടും. അത് കറക്റ്റ്ലി ടൈംലി തൈറോയിഡിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് കുറച്ചുകൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും. അതായത് അധിക നാൾ സന്തോഷത്തോടെ ഒറ്റ ജീവിച്ചിരിക്കാൻ സാധിക്കും. സോ ഒരു ടേക്ക് ഹോം പോയിൻ്റായിട്ട് ഞാൻ പറയുകയാണ്, തൈറോയ്ഡ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. നന്ദി, നമസ്കാരം.